തിരക്കേറിയ ദേശീയപാത 66 കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അഭിമുഖമായി യാത്ര ചെയ്യുമ്പോൾ നഗരത്തിന്റെ ആരവങ്ങൾക്കിടയിൽ ഒരു തണൽമരം പോലെ ശാന്തമായി നിലകൊള്ളുന്ന പുണ്യസങ്കേതമാണ് ശ്രീ പുതിയകാവ് ഭഗവതി ക്ഷേത്രം. മന്ത്രധ്വനികളാലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്താലും സമ്പന്നമായ ഈ പുണ്യഭൂമി വേണാടിന്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും വർത്തമാനകാലവുമായി കൂട്ടിയിണക്കുന്ന ഒരു സുവർണ കണ്ണിയാണ്. ചേര രാജാക്കന്മാരിൽ പ്രതാപിയായിരുന്ന രാജശേഖര കുലശേഖരന്റെ ഭരണകാലത്ത് തുടക്കം കുറിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന കൊല്ലവർഷത്തേക്കാൾ പഴക്കമുണ്ട് ഈ പുണ്യഭൂമിയുടെ പൈതൃകത്തിനെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആധുനികതയുടെ വേഗതയിൽ ഗ്രാമീണ വിശുദ്ധിയും പൗരാണികതയുടെ ഗരിമയും ഒരേപോലെ കാത്തുസൂക്ഷിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലൂടെയും ആചാര വൈവിധ്യങ്ങളിലൂടെയും നമുക്കൊരു തീർത്ഥയാത്ര പോകാം. കേരളത്തിന്റെ ചരിത്രത്തിൽ വേണാടിന് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. രാജശേഖര കുലശേഖരന്റെ കാലഘട്ടം കേരളത്തിലെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഉണർവിന്റെ കാലമായിരുന്നു. കൊല്ലവർഷം ആരംഭിക്കുന്നതിനു മുൻപേ വേണാടിന്റെ മണ്ണിൽ ചൈതന്യമായി പുതിയകാവിലമ്മ ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്ര പണ്ഡിതന്മാരും ഭക്തജനങ്ങളും ഒരേപോലെ വിശ്വസിക്കുന്നത്. ശതാബ്ദങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടാനുണ്ടെങ്കിലും ബ്രിട്ടീഷ് സൈനികാധിനിവേശത്തിന്റെ കാലത്താണ് ക്ഷേത്രത്തിന് വലിയ രീതിയിലുള്ള വികാസമുണ്ടായതെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ബ്രിട്ടീഷ് പട്ടാളം കൊല്ലത്ത് തമ്പടിച്ചിരുന്ന കാലത്ത് കൽക്കത്തയിൽ കാളി ആരാധനാ സമ്പ്രദായത്തിൽ, പ്രത്യേകിച്ച് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ സന്യാസ പരമ്പരയിൽ വിശ്വസിച്ചിരുന്ന ഒരു സന്യാസി ശ്രേഷ്ഠൻ ഇവിടെ എത്തിച്ചേർന്നു. അന്ന് കാട് പിടിച്ചു കിടന്നിരുന്ന ഈ പ്രദേശത്ത് അദ്ദേഹം ഉഗ്രമൂർത്തിയായ കാളിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയെന്നും ആ ചൈതന്യധാര പിന്നീട് ഇവിടമാകെ വ്യാപിച്ചെന്നുമാണ് ഐതിഹ്യം. ബ്രിട്ടീഷ് പട്ടാളക്കാരിൽ ഒരാൾക്ക് ദേവിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് സ്വപ്നദർശനമുണ്ടായതായും തുടർന്നവിടെ പൂജകൾ ആരംഭിച്ചതായും മറ്റൊരു കഥ കൂടിയുണ്ട്. ഈ സന്യാസിയുടെ തപശക്തിയാൽ പ്രഭാപൂരിതമായ ഈ കാവ് പിന്നീട് പുതിയ കാവ് എന്നറിയപ്പെടാൻ തുടങ്ങിയതാവാം. കാലത്തിന്റെ പ്രവാഹത്തിൽ പലപ്പോഴും ക്ഷേത്രങ്ങൾ അവഗണന നേരിടാറുണ്ട്. പുതിയകാവിനും അത്തരമൊരു ദശാസന്ധി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ പോക്കിനു ശേഷം ക്ഷേത്രം ഒരു കാലഘട്ടത്തിൽ അനാഥത്വത്തിന്റെ നിഴലിലായി. എന്നാൽ നാട്ടുകാരായ ഭക്തജനങ്ങൾ ഒത്തുചേർന്ന് ഒരു സംരക്ഷണ സമിതി രൂപീകരിക്കുകയും ക്ഷേത്രഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. കാലത്തിനനുസരിച്ചുള്ള നവീകരണങ്ങൾ നടത്താൻ ആദ്യകാലങ്ങളിൽ ആ സമിതിക്ക് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് കൃത്യമായ കണക്കുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണത്. ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഈ കാണുന്ന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു മരച്ചുവട്ടിലിരിക്കുന്ന ദേവി, ആ ഒരു സങ്കല്പത്തിൽ ഒരു സംരക്ഷകൻ, അദ്ദേഹം ദിവസവും വരുന്നു, വിളക്ക് കത്തിക്കുന്നു, ദേവിക്ക് ആവശ്യമായ ഭക്ഷണം അദ്ദേഹം കഴിക്കുന്നതിൻ്റെ ഒരു വിഹിതം അതെന്തായാലും ദേവിക്ക് സമർപ്പിക്കുന്നു. ആ വിഹിതം ദേവിക്ക് സമർപ്പിച്ച ശേഷം ആ ഭക്തൻ അത് കഴിക്കുന്നു. അയാൾ ആ അമ്മയോടൊപ്പം, ആ ദേവിയോടൊപ്പം ആ തിണ്ണയിൽ, ആ മണൽത്തറയിൽ കിടന്നുറങ്ങുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പരമ്പരാഗതമായ ഐതിഹ്യം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബംഗാൾ റെജിമെൻറ്റ്, പട്ടാളവുമായി ബന്ധപ്പെട്ട് ബംഗാൾ റെജിമെൻറ്റ് കൊല്ലത്ത് ആസ്ഥാനം ഉറപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് കാണുന്ന ഒട്ടനവധി നമ്മളെ റെസ്റ്റ് ഹൗസ്, അതുപോലെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ, ഇതൊക്കെ പട്ടാളക്കാരുടെ ഭരണകാലത്ത് അവിടെ സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇതിനുശേഷം ഈ ദേവിയെ പട്ടാളക്കാർ ഏറ്റെടുത്തതായിട്ടും പട്ടാളക്കാരുടെ ഒരു സംരക്ഷക ദേവിയായിട്ട് പട്ടാളക്കാരായിരുന്നു ഇവിടുത്തെ നിയന്ത്രണവും അതുപോലെ തന്നെ പൂജാതി കർമ്മങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. വീണ്ടും അതൊരു കുടുംബത്തിൻ്റെ ഭരണത്തിൽ വന്നു. അങ്ങനെ തലമുറകൾ മാറിയിട്ട്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ബംഗാളിലെ പട്ടാളക്കാർ ഇത് തിരിച്ച് ബംഗാളിൽ കൊണ്ടുപോവുകയും പിന്നെ അവിടുത്തെ അടുത്ത റെജിമെൻറ്റ് വന്നപ്പോൾ വീണ്ടും ഇവിടെ കൊണ്ട് സ്ഥാപിക്കുകയും ഇതൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ്. ഏതായാലും ഇന്ന് കൊല്ലം അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവൃത്തികൾ ജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ക്ഷേത്രമായിട്ട് നമ്മുടെ ക്ഷേത്രം മാറിക്കഴിഞ്ഞു. നമ്മളിവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗീതാ പഠന ക്ലാസ്, സംസ്കൃത പഠന ക്ലാസ്, അതുപോലെ തന്നെ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന
അന്നദാനം, അതുപോലെ തന്നെ എല്ലാ ദിവസവും ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അന്നദാനം നടത്തുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ മനുഷ്യന് അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇന്നും ആ പഴമയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പഴമയൊക്കെ അവിടുത്തെ അന്നുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ഒരു ലെവലേശം പോലും മാറ്റമില്ലാതെ ആ പഴയ കാലത്തുണ്ടായിരുന്ന ആചാരങ്ങൾ, ആ പഴയ കാലത്തുണ്ടായിരുന്ന അനുഷ്ഠാനങ്ങൾ അതൊക്കെ തന്നെയാണ് ഇന്നും നമ്മുടെ ക്ഷേത്രത്തിൽ അനുവർത്തിച്ചു പോകുന്നത്. 1990 സെപ്റ്റംബർ 1 ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലെ വഴിത്തിരിവാണ്. കൊല്ലത്തെ പ്രമുഖ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അന്നത്തെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്ത്രശാസ്ത്ര ബൃഹസ്പതിയായിരുന്ന കൽപ്പുഴ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ മേൽനോട്ടത്തിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1995 മാർച്ച് 31 തനി കേരളീയ വാസ്തുശില്പ മാതൃകയിലുള്ള ഒരു മഹാക്ഷേത്രമായി പുതിയകാവ് പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. ഇന്ന് നാം കാണുന്ന നാലമ്പലവും ചുറ്റമ്പലവും ഗോപുരവുമെല്ലാം ആ ഭക്തിയുടെയും അർപ്പണബോധത്തിന്റെയും ഫലമാണ്. പുതിയകാവിലമ്മ ഭദ്രകാളി ഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഉഗ്രമൂർത്തിയാണെങ്കിലും ഭക്തർക്ക് മുൻപിൽ വാത്സല്യനിധിയായ അമ്മയായിട്ടാണ് പുതിയകാവിലമ്മയെ സങ്കല്പിക്കുന്നത്. ഭദ്രകാളിക്ക് പുറമെ കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ വിരളമായി മാത്രം കാണുന്ന യോഗീശ്വരൻ എന്ന സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ദേവിയെ ഉപാസിച്ച് യോഗിയായി മാറിയ ഒരു പരമഹംസ സന്യാസിയുടെ ചൈതന്യമാണ് യോഗീശ്വരനായി ആരാധിക്കപ്പെടുന്നത്. പാലും പഴവുമാണ് യോഗീശ്വരന് പ്രധാന വഴിപാടായി അർപ്പിക്കുന്നത്. കൂടാതെ ഗണപതി, ശിവൻ, ശാസ്താവ്, ദുർഗ, നാഗങ്ങൾ, നവഗ്രഹങ്ങൾ എന്നീ ഉപദേവതകളും ഈ ക്ഷേത്രമുറ്റത്ത് കുടികൊള്ളുന്നു. ഓരോ ഉപദേവതയ്ക്കും കൃത്യമായ താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകൾ ഇവിടെ നടന്നുവരുന്നു. പുതിയകാവ് ക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് ഇവിടുത്തെ വേറിട്ട ആചാരങ്ങളാണ്. തന്ത്രശാസ്ത്ര വിധി പ്രകാരം കൃത്യമായ നിത്യനിദാനങ്ങളും വാർഷിക ദ്രവ്യകലശങ്ങളും നടക്കുന്ന കേരളത്തിലെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഒന്നാമത്തേത് അഭീഷ്ട ഫലസിദ്ധി യജ്ഞം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്ക് നടക്കുന്ന ഈ യജ്ഞം ഭക്തർക്ക് ആത്മീയമായ വലിയൊരു അനുഭൂതിയാണ് നൽകുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ പൂജാരികൾ മാത്രം പൂജ ചെയ്യുമ്പോൾ ഇവിടെ ഭക്തരായ സ്ത്രീകൾ നേരിട്ട് നവദ്രവ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂജാരി മണ്ഡപത്തിൽ വെച്ച് ഈ ദ്രവ്യങ്ങൾ ശുദ്ധി ചെയ്ത ശേഷം ശ്രീകോവിലിൽ എത്തിച്ച് ദേവിക്ക് അഭിഷേകം ചെയ്യുന്നു. യജ്ഞാചാര്യനില്ലാതെ ഭക്തർ ഒത്തുചേർന്ന് ദേവീസ്തുതികൾ ആലപിച്ച് നടത്തുന്ന ഈ സാമൂഹിക പ്രാർത്ഥന ദേവിയും ഭക്തനും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിന്റെ അടയാളമാണ്. രണ്ടാമത്തേത് സൗഭാഗ്യ പൂജ. കർക്കിടക മാസത്തിലെ മകം നക്ഷത്രത്തിൽ നടക്കുന്ന സൗഭാഗ്യ പൂജ കുടുംബൈശ്വര്യത്തിനായി ഭക്തർ കാത്തിരിക്കുന്ന ഒന്നാണ്. കുങ്കുമം, ഭസ്മം, മഞ്ഞൾ, നെയ്യ് തുടങ്ങിയ നവദ്രവ്യങ്ങൾ കൊണ്ടാണ് ഈ പൂജ നടക്കുന്നത്. ഓരോ ആഴ്ചയും ഓരോ ദ്രവ്യമെന്ന ക്രമത്തിൽ ഇത് തുടരുന്നു. മൂന്നാമത്തേത് രാഹുകാല നാരങ്ങാ വിളക്ക്. രാഹുദോഷ പരിഹാരത്തിനായി ഭക്തർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വഴിപാടാണ് നാരങ്ങാ വിളക്ക്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലെ രാഹുകാലത്ത് നാരങ്ങ മുറിച്ച് തിരിച്ചിട്ട് അതിൽ നെയ്യൊഴിച്ച് വിളക്ക് തെളിയിക്കുന്നത് ദേവീപ്രസാദത്തിന് ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അമ്ലഗുണമുള്ള നാരങ്ങ രജോഗുണ പ്രതീകമാണെന്നും അത് ദേവിയുടെ ഭദ്രകാളി ഭാവത്തെ പ്രീണിപ്പിക്കുന്നുവെന്നുമാണ് ശാസ്ത്രം. നാലാമത്തേത് മാവ് വിളക്ക് പൂജ. പുതിയകാവ് മാമി എന്ന ഭക്തയുടെ സ്മരണാർത്ഥം നടക്കുന്ന ഈ പൂജയും സവിശേഷമാണ്. അരിമാവും ശർക്കരയും കൊണ്ട് തേങ്ങാമുറിയുടെ രൂപത്തിലാക്കി അതിൽ നെയ്യൊഴിച്ച് തിരി കത്തിക്കുന്നതാണ് മാവ് വിളക്ക്. മലയാള മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ചകളിൽ 100 കണക്കിന് ഭക്തരാണ് ഈ പൂജയ്ക്കായി ക്ഷേത്രത്തിലെത്തുന്നത്. പുതിയകാവിൽ ഒരു വർഷം എന്നാൽ ഉത്സവങ്ങളുടെ നീണ്ട നിരയാണ്. പ്രധാനമായും 2 ഉത്സവങ്ങളാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്: വാർഷിക പൊങ്കാലയും തിരുവാറാട്ടുത്സവവും. കുംഭമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയാണ് ലോകപ്രസിദ്ധമായ കൊല്ലം പുതിയകാവ് പൊങ്കാല. ഇതിനു മുന്നോടിയായി 12 ദിവസം നീണ്ടു നിൽക്കുന്ന ദ്വാദശ വ്രതം നടക്കുന്നു.
നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 3 പ്രതിനിധികളാണ് ദ്വാദശ വ്രതം അനുഷ്ഠിക്കുന്നത്. പൊങ്കാല ദിനത്തിൽ ഈ വ്രതധാരികൾ മഞ്ഞളും പാലും തിളയ്ക്കുമ്പോൾ അതിൽ മുഖ്യ കമുകിൻ പൂക്കുലകൾ കൊണ്ട് സ്വയം അഭിഷേകം ചെയ്യുന്ന കാഴ്ച ഭക്തരിൽ ഭക്തിയുടെ രോമാഞ്ചം ജനിപ്പിക്കുന്നു. പ്രകൃതിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്ന ഈ പൊങ്കാലയിൽ 10,000-കണക്കിന് സ്ത്രീകളാണ് പങ്കുചേരുന്നത്. കുംഭമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഒരുപക്ഷെ കേരളത്തിലെമ്പാടും അറിയപ്പെടുന്ന പുതിയകാവ് പൊങ്കാല ആഘോഷിക്കപ്പെടുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്തു നിന്നും കാലയെകൂട്ടി ആൾക്കാർ ഈ ക്ഷേത്രസന്നിധി എത്തിച്ചേർന്ന് ദേവിയുടെ ഈ പൊങ്കാല സമർപ്പണത്തിൽ പങ്കാളികളാകുന്ന അവിസ്മരണീയമായ ഒരു കാഴ്ച നമുക്ക് ദർശിക്കുവാൻ കഴിയും. ദ്വാദശാഹ വ്രതം എന്നുള്ളതാണ്. 12 ദിവസത്തെ വ്രതം നോറ്റാണ് സകലമാന ഭക്തജനങ്ങളും ഈ പൊങ്കാല അർപ്പിക്കാനെത്തുന്നത്. ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊല്ലം പുതിയകാവ് ഭഗവതി ക്ഷേത്രം. മാത്രമല്ല, നമ്മുടെ പൊങ്കാലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് നമ്മുടെ പൊങ്കാല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പൊങ്കാല എന്ന് പറയുന്നത് കൊല്ലം പുതിയകാവ് പൊങ്കാലയാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ തലേ ദിവസം തന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിൻ്റെ പരിസരത്തുമൊക്കെ എത്തിച്ചേർന്ന് വലിയ രീതിയിലാണ് ഈ പൊങ്കാല ആഘോഷിക്കുന്നത്. മാത്രമല്ല, പ്രകൃതിയുമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഈ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മളൊക്കെ പുണ്യമായിട്ട് ആരാധിക്കുന്ന അരയാൽ, ആ അരയാലിൻ്റെ ഈ വർഷത്തിൽ ഒരിക്കലും വലിയ പൂജ നടത്തി ഏതാണ്ട് 100 കണക്കിന് ഭക്തജനങ്ങൾ ആ അരയാൽ പൂജയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ അരയാലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറന്തള്ളുന്ന വൃക്ഷം എന്ന നിലയിലും മാനവരാശിക്ക് ഏറ്റവും വേണ്ടതായിട്ടുള്ള അരയാലിനെക്കുറിച്ച് നമ്മൾ ബോധവൽക്കരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ദിവസം നമ്മുടെ ഗോവിനെക്കുറിച്ച്, പശുക്കളെ സംബന്ധിച്ചിടത്തോളം പശുവിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പശുവിൻ്റെ ചാണകം ഉൾപ്പെടെ മൂത്രം ഉൾപ്പെടെയുള്ള അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധങ്ങളെക്കുറിച്ചുമൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഒരു ദിവസം ഗോക്കളെ പൂജിക്കുന്ന അല്ലെങ്കിൽ ഗോവിനെ പൂജിക്കുന്ന ദിവസമായിട്ട് ആചരിക്കുന്നു. മറ്റൊരു ദിവസം നമ്മുടെ തുളസിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ഏറ്റവും കൂടുതൽ ഔഷധ വീര്യമുള്ള സസ്യമാണ് തുളസി. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിളിച്ചറിയിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് തുളസിയെക്കുറിച്ച് വിശദീകരിക്കുകയും ബോധവൽക്കരിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ തുളസിയെ പൂജിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്നു. അരയാലിൻ്റെ പൂജ, തുളസി പൂജ, അതുപോലെ തന്നെ ഗോപൂജ, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. മീനമാസത്തിലെ മകം നക്ഷത്രത്തിൽ ആറാട്ട് വരത്തക്ക വിധം 8 ദിവസമാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. മഞ്ഞനീരാട്ട്, പാൽക്കുടമെഴുന്നള്ളത്ത്, സമൂഹ സാരസ്വത യജ്ഞം തുടങ്ങി നിരവധി ചടങ്ങുകൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നു. ഒരു ക്ഷേത്രം ആരാധനയ്ക്കുള്ള സ്ഥലം മാത്രമല്ല, അത് സഹജീവികളോടുള്ള കരുണയുടെ കേന്ദ്രം കൂടിയാവണമെന്ന് പുതിയകാവ് ക്ഷേത്രം തെളിയിക്കുന്നു. കഴിഞ്ഞ 12 വർഷമായി കൊല്ലം ജില്ലാ ആശുപത്രിയിലെ 600ഓളം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇവിടെ നിന്നും സൗജന്യമായി ഭക്ഷണം നൽകി വരുന്നു. തിരുവോണം പോലുള്ള വിശേഷ ദിവസങ്ങളിൽ സമൃദ്ധമായ സദ്യ തന്നെ വിതരണം ചെയ്യുന്നു. അന്നപൂർണേശ്വരിയായി ദേവി വാണരുളുന്നതിൻ്റെ നേർസാക്ഷ്യമാണിത്. കൂടാതെ നഗരമധ്യത്തിൽ ഒരു ഗോശാലയും ഈ ക്ഷേത്രത്തിലുണ്ട്. 7 പശുക്കളും 2 കിടാങ്ങളുമുള്ള ഈ ഗോശാല ഗ്രാമത്തിന്റെ വിശുദ്ധി നഗരത്തിന് സമ്മാനിക്കുന്നു. പൗർണമി ദിവസങ്ങളിൽ നടക്കുന്ന ഗോപൂജയിൽ പങ്കെടുക്കാൻ നിരവധി കുട്ടികളും മുതിർന്നവരും എത്താറുണ്ട്. ആധുനിക തലമുറയ്ക്ക് ഗ്രാമീണ സംസ്കാരം മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു മാധ്യമം കൂടിയായി ഈ ഗോശാല മാറുന്നു. നമ്മുടെ പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തെ, ഈ ദേവതയെ ദേശിംഗനാടിൻ്റെ ദേശദേവതയാണ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടാനുള്ള ഒരു കാരണം, നമ്മുടെ ഈ ദേശത്തെ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവർ ഓടി ഈ അമ്മയുടെ മുമ്പിലെത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ബുദ്ധിമുട്ട്, അവൻ്റെ പ്രയാസങ്ങളെല്ലാം മാറും എന്ന് തെളിയിക്കപ്പെട്ടതാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടെന്ന് പറയുന്നത് നാരങ്ങ വിളക്കാണ്. നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. ഈ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നാണ് നാരങ്ങ വിളക്ക് പൂജ പടർന്ന് പന്തലിച്ചു
വിവിധ ജില്ലകളിൽ ഒക്കെ ഇപ്പോൾ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും നാരങ്ങാ വിളക്ക് പൂജയുണ്ട്. ഇപ്പോൾ ഇവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നാരങ്ങാ വിളക്ക് പൂജയിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നത് വെള്ളിയാഴ്ചത്തെ നാരങ്ങാ വിളക്ക് പൂജയിലാണ്. വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഈ ദിവസങ്ങളിലെല്ലാം ഈ ക്ഷേത്രത്തിൽ നാരങ്ങാ വിളക്ക് പൂജ നടക്കുന്നുണ്ട്. പിന്നെ ചൊവ്വാഴ്ച ദിവസം കുരുതി പുഷ്പാഞ്ജലി എന്നൊരു വഴിപാടുണ്ട്. ജനങ്ങൾക്ക് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വലിയൊരു വിശ്വാസമാണ് ഈ കുരുതി പുഷ്പാഞ്ജലി. കാരണം ഒരു ചൊവ്വാഴ്ച ദിവസം ആയിരക്കണക്കിന് കുരുതി പുഷ്പാഞ്ജലിയാണ് ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. ഇതെല്ലാം തന്നെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പൊങ്കാല ദിവസം മഞ്ഞ നീരാട്ട് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതായത് 41 ദിവസം വ്രതമെടുക്കുന്ന നമ്മുടെ ഭക്തജനങ്ങൾ 41 ദിവസം വ്രതം എടുത്തുകൊണ്ട് അവർ മഞ്ഞ നീരാട്ട് എന്നൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മഞ്ഞ നീരാട്ടെന്ന് പറയുന്നത് നമ്മുടെ ഉരുളിയിൽ വെള്ളം ചൂടാക്കി അതിൽ മഞ്ഞൾ പോലുള്ള കുങ്കുമം പോലുള്ള ദ്രവ്യങ്ങൾ സമർപ്പിച്ച് അത് ചൂടുവെള്ളം ദേഹത്ത് കോരി ഒഴിച്ച് ആണ് അവർ അമ്മയോടുള്ള ആ ഭക്തി തുറന്നു കാട്ടുന്നത്. ഒരു ഭക്തർക്ക് പോലും പരിക്കേൽക്കാതെ നിൽക്കുക എന്നുള്ളത് വലിയൊരു അത്ഭുതകരമായ ഒരു കാര്യം തന്നെ. അതുപോലെ തന്നെയാണ് പൊങ്കാലയടി. തിളപ്പിച്ച പൊങ്കാല അമ്മയുടെ തിരുസന്നിധിയിൽ തിളപ്പിച്ച പൊങ്കാല വാരി ആ 41 ദിവസം വ്രതമെടുത്തിട്ടുള്ള ആ ഭക്തജനങ്ങൾ നമ്മുടെ ശരീരത്ത് തളിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു നിർവൃതി, അത് കണ്ടു നിൽക്കുന്ന ഭക്തജനങ്ങൾക്കുള്ള ഒരു നിർവൃതി വളരെ വലുതാണ്. അങ്ങനെ പടർന്ന് പന്തലിച്ച് ഒരുപാട് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വന്നാണ് ഈ ദേശിംഗ നാടിൻ്റെ ദേശദേവതയായി പുതിയകാവിലമ്മ പരിണമിച്ചു മാറി. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ആദിദേവത പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നെയ്വിളക്ക് കത്തിച്ച് 7 പ്രദക്ഷിണം ചെയ്താൽ തങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമെന്ന് ഭക്തജനങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ആ ഭക്തജനങ്ങൾ ഈ ഏത് സമയവും ക്ഷേത്രം തന്നിരിക്കുന്ന സമയത്ത് വന്ന് ഭക്തജനങ്ങൾക്ക് നെയ്വിളക്കിൽ പങ്കെടുത്ത് സായുജ്യമടയാം. അതുപോലെ തന്നെ വളരെ പ്രശസ്തി ആർജിച്ചു വന്നതുകൊണ്ടാണ് പൊതുവെ ദേശിംഗനാടിൻ്റെ ദേശദേവതയെന്ന് പുതിയകാവ് പൊന്നുതമ്പുരാട്ടി അറിയപ്പെടും. നിലവിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാനവ സേവ എന്നുള്ളതാണ് മാധവ സേവ. ജനങ്ങളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും അശരണരായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തെ കൈപിടിച്ചുയർത്തുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകി അവരെയും ഉയർത്തിക്കൊണ്ടുവരുവാനും അതുപോലെ തന്നെ രോഗികളായിട്ട് രോഗം ബാധിച്ച് അനുഭവിക്കുന്ന ആൾക്കാർക്ക് എല്ലാ മാസവും ചികിത്സാ ധനസഹായം നൽകുകയും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ എല്ലാ ആഴ്ചയിലും നാരായണീയ ക്ലാസ് ഉണ്ടാവും, ഗീത പഠന ക്ലാസ്സുണ്ട്, സംസ്കൃത പഠന ക്ലാസ്സുണ്ട്. അങ്ങനെ ഒട്ടനവധി ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളൊക്കെ കോർത്തിണക്കിയാണ് ഈ ക്ഷേത്രത്തിലെ ദൈനംദിന പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി അനുബന്ധ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. അതിലൊന്നാണ് പരിണയം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഹിന്ദു സമൂഹത്തിലെ വളരെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ പരിണയത്തിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുകയും അവരുടെ വിവാഹം അവർക്ക് നടത്താവുന്നതുമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് കൊല്ലം പുതിയകാവ് സെൻട്രൽ സ്കൂൾ ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരു മഹനീയമായ സരസ്വതി ക്ഷേത്രമാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. CBSEയുടെ അംഗീകാരം കിട്ടിയ സ്കൂളാണ്. അപ്പോൾ അവിടുത്തെ പാഠ്യപദ്ധതി തന്നെ പഞ്ചാംഗ ശിക്ഷണം എന്നുള്ള അതിൽ ക്രമീകരിച്ചിട്ടാണ്. മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒട്ടനവധി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പുതിയകാവ് സെൻട്രൽ സ്കൂൾ എന്ന സ്ഥാപനം നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള മാമൂട്ടിൽ കടവിൽ, അതായത് നമ്മുടെ കൊല്ലം അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് ആണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അവിടെ പ്രവർത്തിക്കുന്ന ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ഷേത്ര കമ്മിറ്റിക്ക് കൊടുക്കാനൊരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ അച്ഛനമ്മമാരെ അതുപോലെ തന്നെ സഹോദരങ്ങളെ ഒക്കെ ദൈവത്തെ പോലെ കാണുവാൻ അവരെ പഠിപ്പിക്കുന്നു. മറ്റൊന്ന് ഒരു ഗ്യാരണ്ടി കൂടി ഉണ്ട്, അവിടെ പഠിക്കുന്ന കുട്ടികളിൽ
1% പോലും സമൂഹത്തിന് ദോഷകരമായി പോകത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങൾ അടിമപ്പെട്ടോ നമ്മുടെ സ്വത്വമായ ജീവിതത്തിന് പുറത്തു പോകില്ല എന്നുകൂടി ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉറപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥാപനമാണ് നമ്മുടെ ചോഴത്തിൽ ദേവീക്ഷേത്രം. അവിടെയും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നക്ഷത്ര വനം എന്നുള്ളതാണ്. നമ്മൾ ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തിക്കും ഒരു മരമുണ്ടാവും, ഒരു പക്ഷി ഉണ്ടാവും, അങ്ങനെ എല്ലാ വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും. ഉദാഹരണമായിട്ട് എൻ്റെ ചോതി നക്ഷത്രത്തിന് നീർമരുതാണ്, ഭരണിക്ക് കാഞ്ഞിരമാണ്. ഇങ്ങനെ ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്ത മരങ്ങളാണ്. ആ മരങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി നമ്മളവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ നക്ഷത്രത്തിൽപ്പെട്ട മരത്തിന് പൂജ ചെയ്യുവാനും അതിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊരു സന്ദേശവും കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിണയം എന്നൊരു സ്ഥാപനമുണ്ട്, പുതിയകാവ് സെൻട്രൽ സ്കൂളുണ്ട്, ചോഴത്തിൽ ദേവീക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് കേസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ നിയമ പരിജ്ഞാനം കൊടുക്കാൻ വേണ്ടിയിട്ട് നിയമ സഹായവേദി. അത് നമ്മൾ കേസ് വാദിക്കുക എന്നുള്ളതല്ല, ഒരു വ്യക്തിക്ക് ഏത് ദിശയിലാണ് കേസിന് പോകേണ്ടത് എന്നുള്ള ഉപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് നിയമ സഹായവേദിയുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ക്ഷേത്രത്തോടൊപ്പം തന്നെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ആരാധനാ കേന്ദ്രമാണ് പുതിയകാവ് ഭഗവതി ക്ഷേത്രം. കലകൾ വളർന്നത് ക്ഷേത്ര സന്നിധികളിലാണെന്ന സത്യം പുതിയകാവ് വിസ്മരിക്കുന്നില്ല. എല്ലാ മാസവും മകം നാളിൽ ഇവിടെ കഥകളി വഴിപാടായി നടക്കുന്നു. കൂടാതെ നവരാത്രിയോടനുബന്ധിച്ച് 9 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീത നൃത്ത പരിപാടികളും വിദ്യാരംഭ ദിനത്തിൽ നടക്കുന്ന സമൂഹ സാരസ്വത യജ്ഞവും സാംസ്കാരിക പൈതൃകത്തിൻ്റെ തുടർച്ചയാണ്. നങ്ങ്യാർകൂത്ത്, കൂടിയാട്ടം തുടങ്ങിയ അനുഷ്ഠാന കലകൾക്ക് ഉത്സവ സമയത്ത് വലിയ പ്രാധാന്യമാണ് ഇവിടെ നൽകുന്നത്. പെൺകുഞ്ഞുങ്ങളെ ദേവിയായി സങ്കല്പിച്ച് പൂജിക്കുന്ന കുമാരീ പൂജ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു സവിശേഷതയാണ്. 2 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് വ്രതമിരുത്തി ദുർഗാഷ്ടമി നാളിൽ അവർക്ക് വസ്ത്രവും ആഭരണങ്ങളും നൽകി പൂജിക്കുന്നു. സ്ത്രീത്വത്തോടുള്ള ആദരവും ദേവീ സങ്കല്പവും ഈ ചടങ്ങിലൂടെ ഭക്തരിലേക്ക് പകർന്നു നൽകുന്നു. ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര എന്നുവെച്ചാൽ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ഏതാണോ അത് ക്ഷേത്രം എന്ന പ്രമാണം പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അന്വർത്ഥമാക്കുന്നു. നഗരത്തിൻ്റെ തിരക്കുകൾക്കും ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾക്കുമിടയിൽ തളരുന്നവർക്ക് പുതിയകാവിൽ അമ്മയുടെ നട സമാധാനത്തിൻ്റെ ഒരു തുരുത്താണ്. ആധുനിക കാലഘട്ടത്തിൽ ആത്മീയതയോടൊപ്പം സാമൂഹിക സേവനവും പാരമ്പര്യ സംരക്ഷണവും എങ്ങനെ ഒരേപോലെ കൊണ്ടുപോകാമെന്ന് ഈ ക്ഷേത്രം ലോകത്തിന് കാണിച്ചു തരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തായതുകൊണ്ട് തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്കും സന്ദർശകർക്കും ഈ ക്ഷേത്രം എളുപ്പത്തിൽ പ്രാപ്യമാണ്. വേണാടിൻ്റെ ചരിത്രവും പാരമ്പര്യവും വരും തലമുറകളിലേക്ക് പകർന്നു നൽകുന്ന ചാലക ശക്തിയായി പുതിയകാവ് ഭഗവതി ക്ഷേത്രം ഇന്നും തിളങ്ങി നിൽക്കുന്നു. ദേശീയപാതയിലൂടെയുള്ള യാത്രയിൽ ഈ ക്ഷേത്രത്തിലെ മണികിലുക്കവും അമ്മയുടെ സ്മരണയും ഒരു പോസിറ്റീവ് എനർജിയായി ഏതൊരു യാത്രികൻ്റെയും മുന്നിൽ തങ്ങി നിൽക്കും. ഭക്തജനങ്ങൾക്ക് അഭയമരുളി അന്നപൂർണേശ്വരിയായി വാണരുളുന്ന പുതിയകാവിൽ അമ്മയുടെ ചൈതന്യം ലോകം മുഴുവൻ ഐശ്വര്യം ചൊരിയട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.